എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നോമ്പെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ദേ രാവിലെ എണീറ്റു. ഇടയത്താഴത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ദേ ഞാനും ഗൗരിയും കൂടിയും കഞ്ഞിയൊക്കെ കുടിച്ചു. നോമ്പിൻ്റെ സമയത്ത് ഈ വീഡിയോ എടുത്താണെങ്കിലും അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയിട്ടോ. വാരണാസിയിലെ ഈ ചൂടിൽ വെള്ളമൊന്നും കുടിക്കാതെ എത്ര നേരം പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലതേ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചതിന് പോയി കിടന്നുറങ്ങി. പിന്നെ രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതേ ക്ലാസ്സിന് പോവുകയാണ്. ഇവിടെയാണെങ്കിൽ സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല വെയിലാണ്. അങ്ങനെ ക്ലാസ്സിൽ പോയി കുറേ നോട്ട് എഴുത്തും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ മെയിൻ കോഴ്സിന് ഞങ്ങൾ ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു. പിന്നെ ബജിയൊക്കെ ഉണ്ടാക്കി. എല്ലാ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കി വെച്ചു. എന്തെന്നറിയില്ല, എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി നിരത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈമായി. അങ്ങനെ ഡേറ്റ്സ് കഴിച്ചാണ് നോമ്പ് മുറിക്കുന്നത്. കുറച്ച് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച പക്കോട ഉണ്ടായിരുന്നു. അത് ആ ചമ്മന്തിയിൽ മുക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രേപ്സാണ് കഴിച്ചത്. അതാണെങ്കിൽ നല്ല പുളിയുള്ള ഗ്രേപ്സ് ആയിരുന്നു. പിന്നെ മുട്ട ബജി കഴിച്ചു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഞങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്ന് അറിയില്ല, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ തണ്ണിമത്തൻ ജ്യൂസ് പോലെ ആക്കിയില്ല, ജസ്റ്റ് കട്ട് ചെയ്ത് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴാണ് ഇടിയപ്പം മുട്ടക്കറിയും കഴിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ഓൾ.